നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത മത്സരം കളിക്കാൻ നെയ്മർ ഉണ്ടാകുമോ? നെയ്മർ ബ്രസീൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആരാധകരുടെ മൊത്തത്തിലുള്ള ഒരു വികാരം അതാണ്. നെയ്മർ മടങ്ങി വരണം, ഗോളിലേക്കുള്ള നീക്കങ്ങൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നെയ്മറുടെ ആ ഒരു ജീനിയസ്നെസ് ആവശ്യമാണ്. ചോദ്യം, നെയ്മർ ഉണ്ടാകുമോ അടുത്ത കളിക്ക് എന്നുള്ളത് ബ്രസീലിയൻ താരം ഫാബീഞ്ഞോയോട് കളിക്ക് ശേഷം ചോദിക്കുകയുണ്ടായി. നെയ്മറുടെ നിലവിലെ കണ്ടീഷൻ എന്താണ്, അദ്ദേഹം അടുത്ത മത്സരം കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഫാബീഞ്ഞോ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ നായകൻ, അതായത് നെയ്മർ അങ്ങനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നു, ഞങ്ങളുടെ ലീഡർ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനേക്കാൾ കൂടുതലൊന്നും പറയാനും കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തെ ഇപ്പോൾ ഞങ്ങൾ കാണുന്ന ഗുഡ് കണ്ടീഷനിലാണ്. നെയ്മർ ഞങ്ങളോടൊപ്പം ഡ്രസ്സിംഗ് റൂമിലും സൈഡ് ലൈനിലും ഒക്കെ ഉണ്ടായിരുന്നു. ടീമിനെ അദ്ദേഹം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. താരങ്ങളോട് അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹമാണ് ലീഡർ. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ഫിഗർ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നമുക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് നൗ വി ഹോപ്പ് ഹി റിട്ടേൺ ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അദ്ദേഹം തിരികെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണിപ്പോൾ ഫാബീഞ്ഞോ പറയുന്നത്. നെയ്മർ ഫിറ്റാണ് എന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകുന്നു. ഇതിനോടാണ് നമ്മൾ കാർലോ അഞ്ചലോട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ കൂടി ചേർക്കേണ്ടത്. നെയ്മർ വരും ദിവസങ്ങളിൽ ട്രെയിനിങ് ആരംഭിക്കും ടീമിനോടൊപ്പം എന്ന്. അങ്ങനെയെങ്കിൽ ഹെയ്ത്തിക്കെതിരെ നെയ്മർ അവൈലബിൾ ആവും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ ഹെയ്ത്തിക്കെതിരെ അവൈലബിൾ ആവുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് നമ്മൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും മത്സരങ്ങൾ പുരോഗമിക്കും തോറും നെയ്മർ ജൂനിയർ കൂടുതൽ കരുത്തോടെ ബ്രസീൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ വരാം.